राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण कृष्ण हरे हरे കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുച്ചരണങ്ങളിൽ അഞ്ചാമത്തെ ദിവസത്തെ പാരായണം ഇന്ന് കർക്കിടക 4. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീരാമസ്തുതി. ഓം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്നീശ്വര വിശ്വരൂപം പ്രണാമി കുഞ്ചത്താചാര്യപാദം പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകികോകിലം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണോ മനസാ ഗൃഹാമി ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരംഗം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ശ്രീരാഘവം ശരതാന്വയമപ്രമേയം സീതാപതിം ജഗുലാനയ ആജാനുബാഹുമരവിന്ദായതാക്ഷം രാമം വിശാചരവിനാശകരം നമാമി. അതുലിതബലധാമസ്വർണശൈലാവദേഹം ജനിതവദശാകം ജ്ഞാനിനാമഗ്രഗണ്യം സകലഗുണനിധാനം ബാലരാണാമതീശം രഘുപതിവരഭൂതം വാദജാതം നമാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമ കാവിരാമ ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമാരമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹാദോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമൻ പാടി വന്ന ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ശ്രീരൂപടിയാതെ ചരിത പൈതൽ കാണും വന്നിട്ടു കന്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഓം തത്സത്. അധ്യാത്മരാമായണ പാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തീർത്ഥനിധിയിൽ അഞ്ചാമത്തെ ദിവസത്തെ പാരായണമാണ്. കർക്കിടകം 4 സംക്രമത്തിനെ ആരംഭിക്കുന്നതാണ് അഞ്ചാമത്തെ ദിവസത്തെ പാരായണം. ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അയോധ്യാകാണ്ഡമാണ് പാരായണം ചെയ്യുന്നത്. ഓം തത്സത്. മായയാമൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂതനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ള മഹത്തത്വം എന്നതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ
നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവകല്ലനാവിദ്യാക്കി ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ മൂലവും പൂർവവും കാരണമെന്നതും മൂലമാം ചിത്തത്തിനൊന്നൊരു വായുത്രയം എന്നിവ ജീവനായതും അന്യൂനനാപരം സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരമാത്മാവു രാജീവലോചനാകുന്ന നീയല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളെത്രേ ലയിക്കുന്നതും ഒക്കവേ നിങ്ങളിയാകുന്നിതൊക്കെയോർക്കുന്നിതും കാരണമെല്ലാത്തിനും ഭവാൻ നിർണയം നാരായണ നരകാരി നരാധിപ ജീവനും രജ്ജുവിങ്കൽ തത്വമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മ ഞാനീന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യു ദുഃഖാദികൾ ഉൾക്കഥ നാമശ്രവണാദി കൊണ്ടുവൻ ഉൾക്കാമ്പിലുണ്ടായി വരും പ്രമാദത്തിയും തോൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തോൽബോധവും മനഃക്കാമ്പിയിലുദിച്ചിടും. ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ഭക്തഭക്തവൃദ്ധന്മാരിലേഖനൻ ആത്മജ്ഞനാമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗൻ നായകാനിത്യമനുഗ്രഹിക്കേണമേ. പൊന്നാമി പങ്കജത്തിങ്കൽ നിന്നേകത ഉന്നമുണ്ടായി ചതുർമുഖൻ മർദ്ദിത. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോ എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലുത നേത്രനാൻ വീണാധരൻ നീ പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോഴിവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ. രാവണനെ കൊന്നു യോഗങ്ങൾ പാലിപ്പാൻ ദേവകളോട് ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായ ഒരു ഭവാനി ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകവിക്കാലം ചെയ്യുമാറെന്നതും വിട്ടിരിക്കുന്നിതു. നീയുമതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായവരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകില്ലെന്നോട് സത്വരം ചെന്നു പറയുന്നു അരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനത്തെ മർത്യജന്മം കൊണ്ടു വിസ്മൃതനാവരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്ക ഇതൊരു നാളും ഞാൻ ചിത്തെ വിഷാദം ഉണ്ടാകാതോ മൂലം. കാലവിളംബനമെന്തിനെന്നല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മ ഫലോക്ഷയം വരും നേരത്തൊഴിഞ്ഞു വച്ചാവതില്ലാക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെൻ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോട് വാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതൊരുനാശം വരുത്തുവൻ. സത്യമിതെന്നൊരു ചെയ്തു രഘുപതി ചിത്രപ്രമോദേന നാരദനന്ദനം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു നമസ്കാരവും ചെയ്തു. ദേവീന്ദ്രനു ദേവലോകം നാരദ രാഘവ സംവാദമിങ്ങിനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഒക്കതാൻ. ഭക്തികൾ കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുന്നതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഓം തത്സത്.
എങ്കിലോ രാജാദശരഥനേകത സംഗലിതാനന്ദവും മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വഹിക്കണം രാജാവിനെ വന്നിട്ടു ചൊല്ലിനാൻ. പൗരജനങ്ങളും മനുഷ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടാകരാതിലാനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകിയ ഒത്തതിൽ ജ്യേഷ്ഠനം രാമകുമാരനെ ഇത്തിരി പരിപാടിയാക്ക അതിവേഗം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതിങ്ങനെ എങ്കിലും ഉൾക്കൂടിലോട്ടു ഉപയോഗിക്കയും വേണം. പ്രജകൾക്കനുരാഗം അവങ്ങളും എപ്പോഴും ഏറ്റവും മനോദ്ഭുതമില്ലയോ വന്നീല മാതുരനെ കണ്ടതിന്നേരെ മുന്നേ പോയ പരദേശന്മാർ വന്നാമൂർത്തമറുത്തതിനം തന്നെ പുണ്യ വലിയ കുറ്റം നല്ല നക്ഷത്രം എന്നാലകം വരുവാൻ പാർട്ടിയിൽ നിന്നുകൊണ്ടു മാറട്ടെ. എന്നാലതും വേണ്ട സംവാദങ്ങൾ ഇന്ന് തന്നെ സംഭരിക്കണം. രാമനോടും എന്തിനു വഴിവൈകാതെ രാമോദം പൊഴി എന്നറിയിക്കണം. തോരണകം സ്ത്രീകളെല്ലാം ഉയർത്തുക ചാരുപടാകളോടൊന്നുമത്തിന്നതും ഘോരമായുള്ള പെരുമ്പറനാദവും ചുറ്റുകളൊക്കെ മുഴങ്ങവേ മന്നവനായാതകരൻ സാഗരാത്രിയെ ചെയ്തു എല്ലാം വസിഷ്ഠ നിർവൃത്തിയും വണ്ണം കല്യാണം ഒഴുക്കി കൊടുക്കണീ. നാളീ വീണാഭിഷേകമിടമയാൽ നാളീകനെത്തനം രാമനും നിർണയം അനുഗ്രഹനായ നേരം അറിഞ്ഞാലും ആന്തരമെന്നെ സംഭവിച്ചില്ല കണ്ണുമാനില്ല മധ്യവ്യക്തിയെ പരിണാമവും നിൽക്കണം. അത്താജങ്ങളെ കൊണ്ടിരിക്കണം. അയ്യാവതാശുംബനാരാൽ ആഭരണങ്ങളും വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം. മഹാബലം അലങ്കാരമോട് വന്നിരുന്നു. ദേവാലയങ്ങൾ തോറും കൂടി ദീപാവലികളും മഹോത്സവം
ോ जानकी जीवन स्मरण जय जय राम राम ബ്രഹ്മചര്യത്തോട് ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നം ഒഴിക്കുവാൻ നിങ്ങൾ വായിക്കുമ്പോൾ മാത്രം ഇരിക്കും. നിങ്ങൾ വായിക്കുമ്പോൾ മാത്രം ഇരുന്നാൽ എന്നെ പോയിട്ട് എടുക്കാമല്ല ഈ നമ്പറൊന്നും എൻ്റെ അയച്ചു കേട്ടോ. ഇതിൻ്റെ നമ്പർ ഇതിലയച്ചു ഇന്നലെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നു? ഞാനെടുത്ത വീഡിയോ പിന്നെ കിട്ടുന്നില്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് പോയിപ്പോയി. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല? ഞാൻ ഇവരൊന്നും ചെയ്തില്ലടോ. തങ്കച്ചി കുറേ കഴിച്ചു. തങ്കച്ചി കുറേ കഴിച്ചു. ആ ഇത്ര വലിയ ദിവസം പറഞ്ഞു ഇത്ര വരെയാണ്. ഇന്ന് കുറച്ച് നല്ലോണം വായിക്കും. 8 മണിയാക്കുന്നോ? 8 മണി. രാമൻ കൗസല്യ ദേവിയെ കാണുന്ന പ്രേമം
പെൻഡിങ്ങില്ല 790 വരെ മന്നകഞ്ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നിലെ സൈന്യത്തെ സമം പിന്നെ 600 വരെ ഒഴിവാക്കിയിട്ടില്ല. പിന്നെ 100 ഞാനുണ്ട്. കുറച്ച് നേരം ബൈക്ക് അടിഞ്ഞു അത് കഴിഞ്ഞിട്ട് സമയത്തേക്ക് പോയി അവരെല്ലാം പോയിക്കോട്ടെ. ആസ്കടന്തം സമാപിച്ചു ധൈര്യേണമേ ചിത്രമത്രേ പ്രതിഗ്രാമ രക്ഷാർത്ഥമായി യുദ്ധം വയ്യോളമങ്ങനീയും ശത്രുക്കളെ വധം ചെയ്തിട്ടുണ്ട്. യുദ്ധനിവർത്തനായോരു ദശാന്തരെ നിന്നൊരു കണ്ടത് സന്തോഷങ്ങൾ കൊണ്ട് ചെന്തുവല്ലേ ഉണർന്നുടൻ പുഞ്ചിരി കൊണ്ട് രണ്ടു പരമ്പരാം ഇങ്ങനെ രക്ഷിച്ചു കൊണ്ടത് മൂലം വഹിച്ചുകൊണ്ടായിരുന്നു ഭക്തവാക്യം കേട്ടു ഇരുമന്നേരത്ത് ചിത്രസമ്മൂലം ഫലക്കൊണ്ടിരിക്കുന്ന ശക്തമായൊരു വരദ്വൻ സാദരൻ ശക്തം ഭവതിമയാണ് പ്രതീശ്വര ജ്ഞാനനവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഇനം വരാതെ കഴിയുന്നതേ വേണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വൻ ഇന്നവരെ എത്തിച്ചുകൊള്ളേണം മതിയാതെ ഞാനും മറന്നു ഒരാഴ്ച വയ്ക്കുന്നത് ഒരു 100 അവിടെ അങ്ങ് തീരുമാനിക്കും ഒരാളായിട്ട് വായിക്കാം. 600 വരെ ക്രിക്കറ്റുണ്ടെങ്കിൽ ഒരുമിച്ച് പുതിയതുണ്ടെങ്കിൽ ഒരുമിച്ച് എല്ലാവർക്കും കുറച്ച് മന്ദരചൊന്ന പോലെ ഒരന്തരം കൂടാതെ ചെന്ന് കളിക്കുകയും കാനനത്തിന് പോകോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായെന്ന് പടങ്ങിടുവൻ ഭൂപതിയിലാണ് അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ബോധാർത്ഥമായി നൽകുന്ന നിർദ്ദേശങ്ങൾ ചേതവിശേഷിച്ച കാര്യം വരുന്നിടം എന്ന് പറഞ്ഞു ഇതിനാൽ ദയാനികനായി ഗുണാചാര സംയുക്തനായി നിത്യനായി വാദ്യസുതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശുദ്ധനായുള്ളവൻ എന്നന്വേഷിക്കുന്നു കാലാന്തരത്തിനാൽ സജ്ജനമിന്ത്യനായി ദുർജന സംസർഗമേറ്റ മകനവേ വർജിക്ക വേണം പ്രയത്നേന സൽപുമാൻ കജ്ജളം വൃത്തിയാൽ സ്വർണവും നിഷ്പ്രഭം. ഓം ശ്രീകൃഷ്ണായ നമഃ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. എങ്കിലോ രാജാ ദശരഥനാദരാൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായ മന്ത്രി പ്രകൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃപുരമകം പുത്തരുളിനാൻ അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വികലനായ ഒരു ഭൂപനും ചിത്തരാലിംഗ നിരൂപിച്ചിരിക്കാൻ മന്ദിരം തന്നിൽ നാൾ ചെന്നുകൂടും വിധു മന്ദസ്മിതം ചെയ്തരികെ വരും പുര സുന്ദരിയാമവൾ അവൾ ഇന്നെങ്ങു പോയിനാൾ മന്ദഭാവന് കൽമേറ്റമെന്മാനത്തെ ചൊല്ലുവിന്ദാസികളെ പകൽ സ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാളേവൻ നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടുന്നൽ ക്രോധാലയം പ്രവേശിച്ച് പതി മൂലമേതോ മറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ തത്ര കൃത്വാ നിന്തിരുവടി ദേവിതൻ ചിത്രമനുസരിച്ചിടുക വൈകാതെ എന്നടിപടി ചെന്നങ്ങരികത്തിരുന്നു സംസമം മന്ദമന്ദം തലോടി പ്രിയേ സുന്ദരി ചൊല്ലുവൻ
ചൊല്ലു ചൊല്ലെന്തെന്നു വല്ലഭേ നാഥേ വെറും നിലത്തുള്ള പൊടി അണിഞ്ഞാലോട് കിടക്കുന്നതെന്തു നീ ചെയ്തു വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്നോട് ചൊല്ലിടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കിടും നരികളോ നരന്മാരോ ഭവതിയോ താരോരു വിപ്രിയം ചെയ്തതു വല്ലഭേ ദണ്ഡ്യനെന്താകിലും വന്ധ്യനെന്നാകിലും ദണ്ഡമിനിക്കതിനില്ല നിരൂപിച്ചാൽ നിർധനൻ എത്രയോ വിഷ്ടൻ നിനക്കെങ്കിൽ അർദ്ധാപതിയാക്കി വൈപ്പൻ അവനെ ഞാൻ അർത്ഥവാനേറ്റ മനുഷ്യൻ നിനക്കെങ്കിൽ നിർധനനാക്കും അവനെന്നും ഞാൻ പദ്യനെ നൂനം പദ്യനാക്കിയിടും അവധ്യനെ വേണ്ടുകി നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ അല്ല തെറ്റിപ്പോയില്ല നൂനം നിനക്കധീനമാം മാമജീവിതം മാനിനെ ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അങ്കനാരത്നമേ ചെയ്വൻ ഇങ്ങനെ ഖേദിപ്പിയായികമാ വല്ലഭേയിത്തം ദശരഥൻ കൈകേയി തന്നോട് സത്യം കേട്ടു തെളിഞ്ഞവൾ കണ്ണുനീരം തുടച്ചു ധാനവും ചെയ്തു നന്നവൻ തന്നോട് സത്യപ്രതിജ്ഞനായുള്ള ഭവാനവ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നോട് സത്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്യമനവാണെങ്കിലോ പണ്ട് സുരാസുരായോധനെ സങ്കടം തീർത്ത് രക്ഷിക്കാൻ ഭവാനി ഞാൻ സന്തുഷ്ടചിത്തനായെന്ന് ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ നൽകുന്നു ചൊല്ലി ഞാൻ വച്ചിരിക്കുന്നു ഭവാങ്കലത് 2 നിശ്ചയുണ്ടെന്നു വാങ്ങിയിടുവാൻ ഭൂപതേ എന്നതിലൊന്ന് രാജാഭിഷേകം ഭവാൻ ഇന്നു ഭരതന് ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനെന്നു തന്നെ ഗമിക്കണമെന്നുള്ളതും ഭൂപതി വീരൻ ജടാവൽക്കലം കൊണ്ട് താമസവേഷം ധരിച്ച് വനാന്തരെ കാലം 14 വത്സരം വാഴം മൂലഫലങ്ങൾ കുറിച്ചു മകീപതേ ഭൂമി പാലിപ്പാൻ ഭരതനെയാക്കണം രാമനുഷന് വനത്തിനു പോകണം എന്നിവ 2 വരങ്ങളും നൽകയിൽ ഇന്നു വരണമെനിക്കല്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാൻ അവനിൽ ചന്ദ്രമേറ്റത്രി പതിച്ച പോലെ ഭുവി സജ്വര ചേതസ വീണിതു ഭൂവനും പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്ത് കണ്ണനേർവാറ്റ് വിറച്ചു നിബാധിപൻ ദുസ്സഹവാക്കുകൾ കേൾക്കായതെന്തയ്യോ ദുസ്വപ്നമാകണ്ട കാൺകയോ ഞാനിവ ചിത്തഭ്രമങ്ങളുണ്ടാകയോ മമ മൃത്യുസമയമുപസ്ഥിതമാകയോ കിംകിമേ തൽകൃതം ശങ്കര ദൈവമേ പങ്കജലോചന ഹാ പരബ്രഹ്മമേ വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർത്തമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി ഏവമുര ചെയ്തു എന്തിനീ വണ്ണം പറയുന്നു ഭദ്രേ നീ എന്തു നിന്നോട് പിഴച്ചിതു രാഘവൻ നൽപ്രാണഹാനികരമായ വാക്കിനെ ഇപ്പോൾ പുര ചെയ്വതിനെന്തു കാരണം എന്നോട് രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾക്കുന്നു ഞാൻ എന്നെയും കൗസല്യ ദേവിയെയും അവൻ തന്നുള്ളിൽ ഒരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരിക്കുന്നു നിനക്ക് ഇന്നിത് തോന്നുവാൻ എന്തോ ഒരു കാരണം നിന്നുടെ പുത്രനു രാജ്യം തരാമല്ലോ ധന്യശീലേ രാമൻ പോകണമെന്നുണ്ടോ രാമനാലേതും ഭയം നിനക്കുണ്ടാകയാൽ ഭൂപതിയാൽ ഭരതൻ ഇരുന്നാലും എന്ന് പറഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണു മകീപാലനും നേത്രങ്ങളും കുറിച്ചിട്ട് കൈകേയും താത്തൈ പരീശ്വരനോട് ചൊല്ലിയിടിനാൻ ഭ്രാന്തനെന്നാകിയ ഭൂപതയെ ഭവാൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൻ പങ്കജനേത്രനാം രാമനുഷത്തിന് സംഘാവിഹീനം വനത്തിന് പോകായിക്കും എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുൻപിൽ നിന്നല്ലോ ഒരു സംശയം സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയും എന്നുള്ള കീർത്തി രക്ഷിക്കണം സാധുമാർഗത്തെ സാധുമാർഗത്തെ വെടിഞ്ഞത് കാരണം യാതന ദുഃഖ അനുഭൂതി ഉണ്ടാക്കേണ്ട
രാമോപരി ഭവാൻ ചെയ്ത് സകൃതവും ഭൂമിപതേ വൃത മിഥ്യയാക്കിയിടല. കൈകേയി തന്നുടെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെ ഓർക്കും പറഞ്ഞും കരഞ്ഞും സദാ രാമരാമേതി രാമേതി പ്രലാപേനയാമിനി പോയിതു വത്സര തുല്യമായി. ചെന്നാരരുണോദയത്തിനു സാദരം വന്ദികൾ ഗായകന്മാരെന്നിവരെല്ലാം മംഗലവാദ്യസ്തുതി ജയശബ്ദേന സംഗീത ഭേദങ്ങൾ എന്നിവത്തെ കൊണ്ടും പള്ളിക്കുറുപ്പുണർന്നിടാൻ അന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയും ക്ഷിപ്രം അവരെ നിവാരണം ചെയ്യുക. വിഭ്രമം കൈക്കൊണ്ടു നിന്നാൽ അവർകളും അഭിഷേകം കോലാഹലാർത്ഥമായി കൽപ്പുരമൊക്കെ നിറഞ്ഞു ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോഷാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും സമരം താരവൃന്ദം കൂടി രാമരാജ്യാലങ്കാരവും വാരണവാജീരഥങ്ങൾ പതാതിയും വാരണാദീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ചർമ്മവും മറ്റും വസിഷ്ഠ നിയോഗിച്ചതൊക്കവേ ഉച്ചേ മുഴിഞ്ഞാട്ട് സംഭരിച്ചിരുന്ന ശ്രീബാലബുദ്ധാവതി പുരവാസികളാബദ്ധരായി രാത്രിയിൽ നിദ്രയും കൈവിട്ട് മാനസേ ചിത്ത പരമാനന്ദത്തോട് വേവിന നമ്മുടെ ജീവനം രാമകുമാരനെ ജന്മരത്ന കിരീടമണിയതി രമ്യമകരായിരമണി കുണ്ടല സമുക്ത ശോഭിത കണ്ട സ്ഥലങ്ങളും കുണ്ടരീകച്ചടലോചന ഭംഗിയും കുണ്ടരീകാരാദി മണ്ഡല തുണ്ടവും ചന്ദ്രികാസുന്ദര മന്ദസ്ഫിരാഭയും കുന്തമുകൂല സമാനദന്തങ്ങളും ബന്ധുകസൂന സമാനാധരാഭയും കന്ധര രാജിത കൗസ്തുഭരത്നവും ബന്ധുരാവൻ തിരുമാറും ഉദരവും സഞ്ജാപ്രസന്നിധ പീഡാംബരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി വിന്നിടുന്ന കാഞ്ചന കാഞ്ചികളുന്തനു മധ്യവും കുംഭീപുരത്വൻ തുമ്പിക്കരം കൊണ്ട് കുമ്പിട്ടു കുപ്പിയിടു മൂലു കണ്ടങ്ങളും കുംഭീന്ദും മസ്തക സന്നിഭജാനു അംബോജപാണ നിശങ്കാ ഭജങ്കയും കമ്പങ്ങളും നോക്കമടപ്പാരനും കുമ്പിടുന്നൊരു പുറവടി ശോഭയും അംബോജതുല്യമാംഗ്രീതലങ്ങളും ജംഭാതിരത്നം തൊഴിൽ തിരുവേനിയും ആരേ ഘടക വലിയാങ്കുലിയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണാവിരൻ കടുത്തിൽ തിരത്തോട് രാധവത്വം ധരിച്ചരികെ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മീനിവാസനം രാമചന്ദ്രൻ കാണാൻ വരുന്നു നമുക്കിനി എന്നിരം മാനസദാതിൽ കൊതിച്ച നമുക്കെല്ലാം സ്വണീപതീസുതനാകിയ രാമനെ കാണാൻ വരും പ്രഭാതീപത നിർണയം രാത്രിയാം രാജസേ പോകുന്നതില്ലെന്നു ചിത്ത വിചാരമുൾക്കൊണ്ടു മത്താനന്ദ ദേവനെ കാണാഞ്ഞു നോക്കിയും പാർശ്വഭർത്താനന്ദപൂർണാമുദാക്കിയിൽ വിനൂമുഴുകിയും പിന്നെയും പൊങ്ങിയും ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. അന്നേരം ആദിത്യനും ഉദിച്ചിടിനാൻ വന്നവൻ ഉണർന്നിരുന്നു എന്തോരു മൂലമതിരുന്നു മനസ്സിൽ ചിന്തിച്ചു ചിന്തിച്ചു മന്ദമന്ദ മന്ത്രിപ്രവരനാകുന്നു രാജീവമിത്രകോട്ടോത്ഭൂതഭൂപതി രാജരാജേന്ദ്ര പ്രവരാജയാജയ ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു സ്ഥാനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ജില്ലനാൾ കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്തകുലാകയ കണ്ടു സുമന്ത്രനും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൽ ദേവനാരീ സമേ രാജപ്രിയതമേ ദേവി കൈകേയി ജയ ജയ സന്തതം ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയും ചൊല്ലിനാളാശു സുമന്ത്രനോടം നേരം രാത്രിപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വത്തനല്ലാതെ ചമഞ്ഞിരു തന്നെ ചിത്തത്തിന് സ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്യപ്രസാഗര സേവയും ചെയ്തയാൽ അത്യന്തമാകുലനായി ദൂരവൻ രാമനെ കാണാനും ശ്രീകൃഷ്ണ രാമനെ കാണാനും
ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ. ശ്രീകൃഷ്ണായ നമ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമാകഞ്ഞ ഞാനിക രാജീവലോചനെ പോകുന്നതെങ്ങിനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുളറിപ്പോയി ചെന്നു കൗസല്യാസുതനോട് ചൊല്ലിനാൻ, താതൻ ഭവാനിയുണ്ടല്ലോ വിളിക്കുന്നു, സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദിതരമവൻ തന്നോട് കൂടവേ. സൗമിത്രിയോടും കരയതീരതോപരി പ്രേമവിവശനാം താതൻ വരും വീടും മന്ദിരെ ചെന്നു പിതാവിൻ പദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്താലിംഗനം ചെയ്യുവാൻ ഭൂമിപനാശു സമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂവനും. രാമരാമേന്തി പറഞ്ഞു മോഹിച്ചോരു ഭൂമീപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അതു കണ്ടനന്തരം ആരൂഢ ശോകം വിലാപം തുടങ്ങിനാർ. രോദനം കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും ഗേദേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം കാരണമെന്തോന്നു താതദുഃഖത്തിനു. നേരെ പറവീനറിഞ്ഞവരെന്നതു നേരം പറഞ്ഞിരു കൈകേയപുത്രിയും. കാരണം താതദുഃഖത്തിനു നീ തന്നെ പാലിൽ സുഖം ദുഃഖമൂലമല്ലോ നാം ചേതസി നിരുവിക്കീലെഴുതിനി താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ. ഭർതൃദുഃഖോപശാന്തിക്കു കിഞ്ചിത്വയാ കർത്തവ്യമായ ഒരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞക്കനാക്കിടുക നിത്യതു ചിത്തഹിതം നൃപീന്ദ്രനു നിർണയം പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടു വരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിന്താതനാൽ സന്തുഷ്ട ചേതസ. നിന്നാലെ സാധ്യമായു പോന്നതു രണ്ടും ഇന്നു തരേണം എന്നർത്ഥിക്കുകയും ചെയ്തേൻ. നിന്നോടതു പറഞ്ഞിടുവാൻ നാണിച്ചു ജിന്നനായി നിന്നു താതനറിയുക നീ. സത്യഭാഷേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം പിരിച്ചു ശതപത്ര സമുദ്ഭവനെന്നതറിക നീ. മാതൃവചന ശുലാഭീഹനായ വേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വിദിതനായി ചൊല്ലിനാൻ, ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പേനറിയില്ല സംശയം. മാനസികതനിക്കതിനില്ലേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്ക് രാജ്യമെന്നാലെന്നറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊല്ലിലും തക്ഷണം ഞാൻ ഉപേക്ഷിപ്പേനറിയുക നീ. പാവകൻ തങ്ങൾ പതിക്കേണമെങ്കിലും ഏവം വിഷം മുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റില്ലെനിക്കെന്നറിയുക നീ. താതകാര്യം മനാർത്ഥമെന്നാകിലും മോദേന ചെയ്യുന്നവനുത്തമൻ. വിശ്വാമിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉത്തമെന്നാകിലും കർത്തവ്യമല്ലെന്നു ചൊല്ലുന്നവൻ. വിദ്രോമലമെന്നു ചൊല്ലുന്നു സജ്ജനം യുദ്ധമെല്ലാം പരിജ്ഞാകർമ്മയാതിന. ആകയാൽ താത നിയോഗമനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയക്കം മരിച്ചുണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേയും രാമനോടാശു ചൊല്ലിയിടിനാളാദരാൽ താതൻ നിനക്കഭിഷേകമാതായുടൻ ആദരാൽ സംഭവിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം വരദനം ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നും വേണ്ടുന്നു. നീ 14 സംവത്സരം കാണണം
താപസവേശേന വാഴുകയും വേണം. നിന്നോടത് പ്രയോഗിപ്പാൻ മടിയുണ്ടു വന്നവനിന്നതു ദുഃഖമാകുന്നതു എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ, ഇന്നതീനെന്തോരു വൈഷമ്യമായതു. ചെയ്കഭിഷേകം വരദനും ഞാനിനി വൈകാതെ പോവൻ മാതാവേ. ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം? രാജ്യത്തെ രക്ഷിപ്പതിനു മതിയവൻ, രാജ്യം ഉപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡകമന്ത്രി രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റ വിടുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചേറും അമ്മയ്ക്കുമ ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃകൾക്ക് പൂർവവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ. യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായ പിതൃപ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു. വൽപിതാ ദുഃഖിപ്പതിനില്ലവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനം തന്നോട് ചൊല്ലിനാൻ. ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനം തന്നോട് ചൊല്ലിനാൻ. ഇവിടെ കേൾക്കണം. രാജ്യം ഗ്രഹിക്കണി ദോഷം നിനക്കടീനേലും മതപ്പിട അല്ലായിരനോട് സത്യദോഷം പറ്റുമല്ല. പോവാന്ന് പറഞ്ഞതാ. എന്നെ പിരിഞ്ഞു നീയോ രാമഹാവനം തന്നെ ഗമിക്കുന്നതെങ്ങനെ നന്ദന എന്നിത്തരം പല ജാതി പറയുകയും നമ്മീരാലോല വാർത്തുവരകളിൽ നന്നായി മുൻപേ മുൻപേ തള്ളുകയും ചുരുചുരെ തങ്ങളുടെ കണ്ണിൽ കുളിർത്ത ജനം കൊണ്ട് ബേബി തങ്ങി ചൊല്ലിയിട്ടും വരും. നമുക്ക് മടിയില്ലെങ്കിൽ വണ്ടിയിൽ പോകാം. ഉണ്ടെങ്കിൽ ഓട്ടോക്ക് വരാൻ പറയാം. മടിയുണ്ടെങ്കിൽ ഓട്ടോക്ക് വരാം. പക്ഷേ പത്തരക്ക് വരാം. അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ വരുന്നല്ലോ കോപത്തിനായി വരുന്നതിനറിവ് ചെയ്ത് ദേവനി മാതൃക വിവേകം ദാവികയാക്കിയ മാതാസുസമ്മതം ബ്രാഹ്മണനെ കൊണ്ടുപോകും കൊണ്ടുജയിച്ചു ദുഃഖമീവദാനങ്ങൾ ചെയ്താൽ ഭക്തികൾ കൊണ്ടുവന്നവർ മാതാവിനും ചിത്തത്തിനായി പ്രവർത്തിച്ചുള്ളതാണ്. നന്നായി സമാധി ഒഴിച്ചിരിക്കുന്ന നേരം ചെന്നൊരു കണ്ടതില്ലല്ലോ. അന്തികെ ചെന്ന് കൗസല്യോട് അന്നേരം സന്തോഷമോട് സുമിത്ര ചൊല്ലുക. രാമന് ഭഗവനായത് കണ്ടിലെ ഭൂമികാലത്തിലെ നോക്കിയിരുന്നപ്പോൾ വന്നിച്ചിരിക്കുന്ന രാമാഭിമാനത്തിൽ ജാനകി ജീവനസ്മരണം. ജയ ജയ രാമ രാമ. മന്ദമന്ദൻ തലോടി പറഞ്ഞിടുന്നൻ എന്തൻ മകനെ മുഖാമുഖം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എന്തൻ മകനെ മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശയ്ക്കയോ വന്നിരുന്നിടു ഭുജിപ്പതിനാശുനി എന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോട് വിളിച്ചേതു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ,
ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാമമ്മയ്ക്കു മൽപിത 2 വരം കൊടുത്തിടിനാൾ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കെന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാലിൽ മോഹിച്ചു വീണീടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണകം തന്നിൽ മുഴുക്കി കരഞ്ഞുടൻ. തന്നുടെ നന്ദനൻ തന്നോടു ചൊല്ലിനാൻ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകേണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർത്ഥം കൊടുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോയി ഞാൻ ദണ്ഡകരാലയത്തിനു പോയിടുവൻ. പൈതലെ വേർവിട്ടു പോയ പശുവിനുൾ വാദി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാലിനി കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചിരു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂവനോടും കുമാരാവലാൽ. പാതനും ഞാനും ഒക്കും ഗുരുത്വം കൊണ്ടു വേദം നിനക്കു ചുറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനും എൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ മാനവ വംശവും പിന്നെ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങളിങ്ങനെ ചിത്തതാപേന കേട്ടോരു സൗമിത്രിയും. ശോകരോഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന രോഗങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിരു കാരണമുണ്ടാവാൻ. ഭ്രാന്തചിത്തം ജഡം വൃത്തം വധൂജിതം ശാന്തേതരം പ്രഭാഹീനം ഷഡപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തിക തായുള്ളവരെയുമൊക്കവേ. അന്തകൻ വീട്ടിനയച്ച അഭിഷേകമോ തന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമതിനു ശോകിപ്പതിനന്തർമുത വസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമെനിക്കതീനുണ്ടെന്നു നിർണയം. കാര്യമല്ലാത്തതു ചെയ്യുന്നതാകിലോ ആചാര്യനും ശാസനം ചെയ്യുന്ന ദേവരു. ഇത്തം പറഞ്ഞു ലോകത്രയം സദൃശ ദഗ്ധമമ്മാറു സൗമിത്തി നിൽക്കും നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായ ആലിംഗനം ചെയ്തു. സുന്ദരനിന്ദിരാമന്ദിര വത്സനാനന്ദ സ്വരൂപൻ ഇന്ദീവര വിഗ്രഹൻ ഇന്ദീവരാക്ഷ ഇന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാംഗിയുഗ്മാര വിന്ദൻ പൂർണ്ണ ചന്ദ്രബിംബാനന നിന്നു ചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരു ദാരൂപമൻ. ജനകീ ജീവന സ്മരണം നോക്കട്ടെ നൃത്തം കുറച്ചും കൂടി ഗീത പറഞ്ഞേ. സൗമിത്രേ കുമാരനെ കേൾക്കണം, മത്സരാജ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നിരു മുന്നമേ ഞാനിടുവൻ എന്നുള്ളിൽ എപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും മുന്നിൽ കേൾക്കണേ. ഇതായ കർമ്മ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വബന്ധിശേഷം ധാന്യധനാദിയും സത്യമെന്നാകിലേ. തൽപ്രയാസന്തവായുക്തമല്ലായതിനാൽ ബലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കനി കന്യസന്തപ്ത ലോകസ്ഥാംബുത ബിന്ദുന സന്നിപം മധ്യജന്മം ക്ഷണഭങ്കുരം ചക്ഷുശ്രവണകളസ്തമാതുർധരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിനാപരിഗ്രസമാം ലോകവുമാലോലദേവസ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കനി കാന്തർപ്പേരുവഴി അമ്പലം തന്നിലെ ഏകാന്തരായി കൂടി യോഗം വരും പോലെ സത്യാമെടുക്കുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യവനവും പുനരധ്രുവം സ്വപ്ന സമാനം കളതൃ സുഗന്ധനാം
അല്പമായുസ് നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ. ശബ്ദമില്ലം സഖിയെ ഓർത്ത് ഗന്ധർവ നഗര സമമതിൽ മൂർഖന്മാർ നിത്യം അനുവർത്തിച്ചിടുന്നു. ആദിത്യദേവൻ ഉദിച്ചത് വേഗേനയാണ് പറഞ്ഞിതു തത്പരം. നിദ്രയും വന്നിതു ഉദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. യുദ്ധം അതിഭ്രമം മുന്നൂറ് ജന്തുക്കൾ ചിന്തയെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ് പോകുന്നതേതും അറിവില്ല. മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടും ജരാനരയും വന്നു ചേർത്ത് മോഹേന മരിക്കുന്നിതു ചിലർ. നിശ്ചയന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനഃ ലോകറിയും നീലമായ തൻ വൈഭവം. ഇപ്പോൾ ഇത് പകൽപ്പാടു രാത്രിയും പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ